ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്വന്തം പയറുകൊണ്ട് ഒരു പയറ് മെഴുക്കുവരട്ടി ആവാല്ലേ. മെഴുക്കുവരട്ടിക്ക് കുറച്ചുകൂടെ നീളത്തിൽ അരിയണമെന്നറിയാം, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ മതി. പിന്നെതാ ഒരു വലിയ സവാളയുടെ ഒരു പകുതി കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ഒന്ന് വെട്ടി നുറുക്കി നമുക്ക് ആ കൂട്ടത്തിലൊന്ന് വെച്ചേക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, അത് ഇതേപോലെ 4 കീറി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ബാക്കിയെല്ലാം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിക്കുന്നു, കടുകിടുന്നു, കടുക് പൊട്ടുന്നു. ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ പച്ചമുളകും സവോളയും പയറും എല്ലാം കൂടെ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അതുകൂടെ കഴിഞ്ഞാൽ ഇനി വലിയ കലാപരിപാടികളൊന്നും ബാക്കിയില്ല. ഇതേപോലെ ഇളക്കി ഇതേപോലെ ഒന്ന് കൂട്ടി ചേർത്ത് വെച്ച് മൂടി വെച്ച് വേണം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ. അങ്ങനെ മൂടി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ തുറന്നൊന്ന് ഇളക്കുകയും കൂടെ വേണം. ഇത്തവണ തുറന്നപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂടി വെച്ചും 2 മിനിറ്റിൽ ഇളക്കിയൊക്കെ സാധനം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഊണാവാം.